ഹലോ, ഇത് പാരീസ് വീഡിയോസിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. പോയിട്ട് വന്നിട്ട് ഇപ്പോൾ 2 മാസമായി. ഇപ്പോഴാണ് ഇതെനിക്കൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ സമയം കിട്ടിയത്. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡിസ്നി ലാൻഡ് കാണാൻ ആയിട്ടാണ് പോകുന്നത്. അപ്പം അത് അവിടേക്ക് എത്താനുള്ള ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ എത്തിയേക്കാണ്. അപ്പം നിർത്തിയിട്ടിരിക്കുന്നത് ഡബിൾ ഡെക്കർ ട്രെയിൻ ആയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇപ്പോൾ വന്നു. നമ്മൾ പതുക്കെ അതിൽ കയറി മുകളിലത്തെ നിലയിൽ തന്നെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു. കുറച്ച് സമയം എടുത്തു കേട്ടോ അവിടേക്ക് എത്താനായിട്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ഡിസ്നിലാൻഡിൻ്റെ തന്നെ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ 1 ഡേക്കുള്ള ടിക്കറ്റാണ് എടുത്തേക്കുന്നത് കേട്ടോ. 2 ഡേയ്സിനുള്ള ടിക്കറ്റും അവൈലബിൾ ആണ്. നമുക്ക് ദിവസം കുറവായതുകൊണ്ട് ഒരു ദിവസത്തേക്ക് എടുത്തു. ട്രെയിൻ അവസാനിക്കുന്നത് ഡിസ്നിലാൻഡിൻ്റെ സ്റ്റേഷനിലാണ് കേട്ടോ. അവിടുത്തെ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പം തന്നെ ഡിസ്നിലാൻഡിലേക്ക് പോകാനുള്ള ആളുകളുടെ ബഹളമാണ് കാണുന്നത്. ഇഷ്ടംപോലെ ക്യൂകളുണ്ട്. അതിലൊരു ക്യൂവിൽ ഞങ്ങളും പോയി നിന്നു കേട്ടോ. അവിടെ ചെന്നതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അങ്ങനെ നമ്മളും ക്യൂവിൽ നിന്നകത്ത് കയറി. ആ ക്യൂവിൽ നിന്ന് അകത്ത് കയറുമ്പം തന്നെ വേറൊരു ലോകത്തെത്തിയൊരു ഫീലാണ് കേട്ടോ. കുറേ മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ലൊരു ഫീല്. പക്ഷേ ഇതൊക്കെ അവിടെ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ഒക്കെ മനസ്സിലാവുന്നത്. വേറൊരു കാര്യം പ്രത്യേകം പറയേണ്ടത്, ഇവിടെ വരുന്ന ഒരു സെൽഫി സ്റ്റിക്കും ട്രൈപോഡൊക്കെ ഒഴിവാക്കണം കേട്ടോ. ഇത് അകത്തോട്ട് കയറ്റി വിടാൻ ഇവർ സമ്മതിക്കത്തില്ലേ. ആ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ട്രെയിൻ സ്റ്റേഷനിൽ തന്നെ ഒരു ലോക്കറുണ്ട്, അവിടെ വെക്കാം നമുക്ക്. പിന്നെ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം വരുന്നത് 9:30 കറക്റ്റ് ആ സമയത്ത് തന്നെ എത്തിയാൽ നമുക്ക് അത്രയും കൂടെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡിസ്നിലാൻഡിലെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 2 ദിവസത്തെ ടിക്കറ്റ് അവൈലബിൾ ആണ്, 1 ദിവസത്തെ ടിക്കറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പാരീസിൽ എത്ര ദിവസം സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുള്ള അനുസരിച്ച് ടിക്കറ്റ് എടുക്കാം. പിന്നെ വരുന്നതിന് മുന്നേ ഉറപ്പായിട്ടും നമ്മൾ ഏതൊക്കെ റൈഡിൽ കയറണം എന്നൊക്കെ ഒന്ന് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് പ്ലാൻ ചെയ്ത് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്തായാലും ഒരു ദിവസം കൊണ്ട് എല്ലാ റൈഡിലും കയറുക പോസിബിൾ അല്ല, അത്രയ്ക്ക് ക്യൂ ആണ് ഓരോ റൈഡിലും. അപ്പം ശരിക്കും നമ്മൾ ഒരു പ്ലാൻ ചെയ്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട റൈഡുകൾ മിസ്സാവാതെ ഇരിക്കും. ഞങ്ങൾ അങ്ങനെ കുറച്ച് ഐഡിയ ഒക്കെ ആയിട്ടാണ് കേട്ടോ പോയത്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് പോയ റൈഡിലൊക്കെ ഞങ്ങൾക്ക് കയറാൻ പറ്റി. ഞങ്ങൾ പോയത് ശരിക്കും ഒരു ടൂറിസ്റ്റ് പീക്ക് ടൈമിലായിരുന്നില്ല, മെയ് 2nd വീക്കിലായിരുന്നു ഞങ്ങളവിടെ പോയത്. എന്നിട്ട് തന്നെ അതിൻ്റെ അകത്ത് ആളുകൾ നിറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പോകുന്നവർ അതൊക്കെ കരുതി വേണം പോകാൻ. ഓരോ ക്യൂവിൽ നിൽക്കാനും 1-2 മണിക്കൂറാണ് ഓരോ റൈഡിൽ കയറാനായിട്ട് ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നത്. എന്നിട്ട് ആ റൈഡ് ചിലപ്പം 10 മിനിറ്റ് പോലും കാണില്ല കേട്ടോ. ഞങ്ങളെന്തായാലും യൂട്യൂബിൽ കുറച്ച് നോക്കിയിട്ടൊക്കെ പ്ലാൻ ചെയ്താണ് പോയത്, കുറച്ച് റൈഡ് മിസ്സാവരുതെന്ന്. അങ്ങനെ പ്ലാൻ ചെയ്ത റൈഡാണ് കേട്ടോ. ഇറ്റ്സ് എ സ്മോൾ വേൾഡ്. ഭയങ്കര രസമുള്ളൊരു റൈഡായിരുന്നു, കുറേ എൻജോയ് ചെയ്തു. റൈഡിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണേ. പിന്നെ ഞങ്ങൾ KC ജൂനിയർ എന്നും പറഞ്ഞൊരു ട്രെയിൻ റൈഡിലേക്കാണ് പോയത് കേട്ടോ. എല്ലായിടത്തും തന്നെ അത്യാവശ്യം നല്ല ക്യൂ ആയിരുന്നു. എങ്കിലും ചില റൈഡുകൾ ഞാൻ പറഞ്ഞില്ലേ നോക്കി വെച്ച് പോയിരുന്നു എന്ന്. അപ്പം അങ്ങനെയുള്ള റൈഡുകൾ കഴിവതും ഞങ്ങൾ മിസ്സാക്കാതെ നോക്കി കേട്ടോ. കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അത്യാവശ്യം വിശക്കാൻ തുടങ്ങി കേട്ടോ. കാര്യം 2 റൈഡിൽ കയറിയുള്ളെങ്കിലും ക്യൂ ഒക്കെ നിന്ന് റൈഡിലൊക്കെ കയറി വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഉച്ച സമയം കഴിഞ്ഞിരുന്നു.
അത് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എന്താ നമ്മുടെ മിന്നി മൗസ് ഒരു ബാൻഡ് മേളമൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇന്ന് കുറേ നേരം അത് കണ്ടു കേട്ടോ. മൗസിൻ്റെ ബാൻഡ് മേളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കഴിക്കാൻ കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കേട്ടോ. റൈസ് ബൗള്, ചിക്കൻ ബൗള്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത്യാവശ്യം വിലയുണ്ട് കേട്ടോ സാധനങ്ങൾക്കൊക്കെ. എങ്കിലും അത്യാവശ്യം ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് നോക്കി ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് വാങ്ങിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ചു. Pendant le trajet, veuillez rester assis et garder bras et mains à l'intérieur. Et s'il vous plaît, veuillez ne pas... ഈ ട്രെയിൻ റൈഡിലും ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു മാപ്പൊക്കെ ഇവിടുന്ന് അവൈലബിൾ ആണ്. അതൊക്കെ നോക്കി ഏത് ട്രെയിൻ സ്റ്റേഷനിലാണ് നിൽക്കേണ്ടതെന്നൊക്കെ നോക്കി അവിടുന്ന് കയറാൻ പറ്റും കേട്ടോ. ഈ ട്രെയിനിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത റൈഡിൽ കയറാൻ പോയപ്പോൾ എന്താ ഗൂഫിയേയും കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ കാർട്ടൂണിൽ കണ്ട കുറച്ച് ആൾക്കാരൊക്കെ നേരിൽ കാണാൻ പറ്റി. അതിനുശേഷം ഞങ്ങൾ പീറ്റർ പാൻ എന്ന് പറഞ്ഞിട്ടുള്ള റൈഡിൽ കയറാൻ നിന്നു. ഈ ക്യൂ ആയിരുന്നു ഏറ്റവും വലിയ ക്യൂ. ഏകദേശം 1.5 മണിക്കൂർ നിന്നു. റൈഡ് ആകെ 5 മിനിറ്റ്സേ ഉള്ളായിരുന്നു. നല്ല ഇരുട്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ലൈറ്റ് ഇട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറേ നേരം നിന്നു. പിന്നെ ആലീസ് ഇൻ വണ്ടർലാൻഡിലെ ആലീസൊക്കെ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ വായി നോക്കി നടന്നു കേട്ടോ. ഇവിടെ കാണുന്ന എല്ലാ സാധനങ്ങൾക്കും നല്ല വിലയാണ്. ഇങ്ങനത്തെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. നമുക്ക് മാറി മാറി ഏത് കടയിൽ വേണമെങ്കിലും കയറാൻ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പക്ഷെ അത്യാവശ്യം എല്ലാത്തിനും തന്നെ നല്ല വിലയാവണം. പിന്നെ നന്ദൂട്ടൻ പൊതുവേ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയാറില്ല. ഞങ്ങളത് പ്രോത്സാഹിപ്പിക്കാറുമില്ല. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അധികം ഒന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. ഈ ഒരു കാസിലിൻ്റെ ഉള്ളിൽ ഉള്ള റൈഡുകൾ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഉത്തോപ്യ എന്ന് പറഞ്ഞൊരു റൈഡും കൂടെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം ഒരു 5:30-6 മണി ആവാറായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് കയറിയേക്കാം. അതെന്തായാലും നന്ദൂന് ഇഷ്ടപ്പെടും, കാർ റൈഡ് ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ പതുക്കെ അങ്ങോട്ടേക്ക് പോയി. അവിടെയും ക്യൂവിൻ്റെ കാര്യമൊന്നും പറയണ്ട, അത്ര തന്നെ ക്യൂ ഉണ്ടായിരുന്നു അവിടെ. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പതുക്കെ പുറത്തേക്ക് പോയപ്പം അവിടെ ലാസ്റ്റത്തെ ഒരു പരേഡ് നടക്കാൻ പോവായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഇതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും ഒരു വശം നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്നില്ല കേട്ടോ. ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഡിസ്നിലാൻഡിലോട്ടുള്ള വിസിറ്റൊക്കെ. ശരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ മാത്രമേ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെടുക്കുന്ന വീഡിയോസും എത്രത്തോളം അതിനോട് ജസ്റ്റിസ് ചെയ്യുന്നുണ്ടെന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞങ്ങൾ നന്ദൂട്ടനെ ഉദ്ദേശിച്ചിട്ടാണ് ശരിക്കും ഡിസ്നിലാൻഡ് വിസിറ്റ് ചെയ്യാൻ വന്നത് കേട്ടോ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ഏജ് ലിമിറ്റ് ഇല്ല. ഏത് പ്രായത്തിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ഒരു കാര്യം കണ്ടുകൊണ്ടിരുന്നപ്പം സൂര്യൻ നന്നായിട്ട് ഉദിച്ച് നമ്മുടെ മുഖത്തിന് നേരെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് വീഡിയോസിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. എങ്കിലും എനിക്ക് ആവുന്ന പോലെയൊക്കെ ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
And now. അങ്ങനെ അത്രയും നേരം കാണാതിരുന്ന മിക്കി മൗസിനെയും കാണാൻ പറ്റി. സൂര്യപ്രകാശം കാരണം അത്ര ക്ലിയർ അല്ല, എങ്കിലും ആ വന്നത് മിക്കി മൗസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സൊരുപാട് നിറഞ്ഞു. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റി. അങ്ങനെ ഇനി നമുക്ക് അവിടെ നിന്ന് പോകാനുള്ള സമയമാണ്. അങ്ങനെ അവിടുത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സും നമ്മളോട് യാത്ര പറഞ്ഞ് അവരും അങ്ങനെ പോയി. അവരുടെ പുറകെ ഞങ്ങളും വെച്ച് പിടിച്ചു. ആ വഴിക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയാൽ പുറത്തേക്ക് ഇറങ്ങാമല്ലോ. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ഡിസ്നി ലാൻഡിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പം കാണാൻ പറ്റാതിരുന്ന ലൈറ്റൊക്കെ ഇട്ട ഐഫൽ ടവറിനൊന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്കും പോയി. പാരീസിൽ വന്നാൽ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണല്ലോ ഇതും. അങ്ങനെ പാരീസിനുള്ള വീഡിയോസ് കഴിയാണ്. പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ ബൈ ബൈ.